ഹായ് ഫ്രണ്ട്സ്, മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് അച്ഛന് സ്കൂളിലുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. ചെറിയ അടപ്പത്ത് ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചു. ആ കുക്കർ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച എല്ലാം ഇട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ പൊടികളും എടുത്തിട്ടായിരുന്നു. പിന്നെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ് ആ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കുവാണ്. ഞാനിപ്പോൾ കുക്കറിലാണ് പെട്ടെന്നൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ അത് കറിയാക്കുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആകും. എനിക്കപ്പോൾ ഇതാണ് എളുപ്പം. ഞാനപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഗ്രീൻ പീസ് ഇട്ട് ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി അവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ചായക്ക് വെള്ളം വെച്ചാണ്, അതും തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചെറിയ അടപ്പിൽ അപ്പം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കുന്നത് അച്ചുകുട്ടനാണ്. അച്ചുകുട്ടൻ സ്കൂളിൽ അപ്പം ഗ്രീൻ പീസും മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അച്ചുവിനുള്ള ഗ്രീൻ പീസും അപ്പവും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അടുത്ത് അമ്പുക്കുട്ടനുണ്ട്. അമ്പുക്കുട്ടൻ എഴുന്നേറ്റായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അമ്പു എഴുന്നേറ്റപ്പോൾ അമ്പുവിനെയും കൂടി കൈ പിടിച്ചാണ് ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കി. അമ്പു എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ഇച്ചിരി വാശിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അച്ചു അങ്ങനെ ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ച് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടി അച്ചുവിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ നമ്മളിതാ ഉച്ചക്കത്തേക്കുള്ള കറി വയ്ക്കുവാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ അമ്പുക്കൂട്ടനും കൂടി പാചകം ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. നോക്കിയേ എൻ്റെ അമ്പുക്കുട്ടൻ്റെ പാചകം ഞാൻ എടുത്തേക്കുന്നത്. തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. കുഞ്ഞ് കളിക്കുവാണ് അച്ഛനെയും കൂടി കൂട്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടതെല്ലാം അരിഞ്ഞൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ പൊടികളൊക്കെ ഇട്ട് പച്ച സ്മെല്ലൊന്ന് മാറാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ പുരട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനും കൂടി ഇട്ട്, ഇത് 2 ദിവസത്തേക്ക് മുമ്പ് വാങ്ങിച്ച ചിക്കൻ്റെ ബാലൻസ് ഉണ്ടായതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് 2 ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി. ചിക്കൻ കറിയൊക്കെ എപ്പോഴും വെക്കുന്ന കാരണമാണ് ഞാൻ ഫുൾ വീഡിയോ എടുക്കാനത്. എല്ലാവരും വെക്കുന്നതാണ്. പിന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം വെച്ച് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുൾ വീഡിയോ എടുക്കാനാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മോര് കറിയും കൂടി വെക്കാമെന്ന് വെച്ചു. മോര് കറിക്ക് വേണ്ട തേങ്ങയൊക്കെ ഞാൻ ചിരവി എടുത്തായിരുന്നു. അപ്പോൾ മോര് കറിയും കൂടി വെക്കുവാണെങ്കിൽ അച്ചിക്കുണ്ണിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതിന് വേണ്ട കുറച്ച് ചെറിയ ഉള്ളിയും എല്ലാം എടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുവാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അമ്പുക്കുട്ടൻ എൻ്റെ സൈഡിൽ നിലത്തിരുന്ന് കളിക്കുന്നുണ്ട്. അച്ഛനെയും കൂട്ടു വിളിച്ചാണ് ഇരുന്ന് കളിക്കുന്നത്. അപ്പോൾ നിമോച്ചൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരുവാണ്. അങ്ങനെ മോര് കറിക്ക് വേണ്ടതെല്ലാം അരച്ചൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മോര് കറിയും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറെ ഒന്നും വയ്ക്കുന്നില്ല. ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി, കഴിക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. 2 മണിയായിട്ടുണ്ടാകും. അപ്പോൾ നിമോച്ചനെ വിശക്കുമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ മോര് കറിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്രേ ഉള്ളൂ വീഡിയോസ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.